ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹ്ലിഹ്. പ്രിയപ്പെട്ടവരെ, ഹിജ്റ പുതുവർഷാരംഭം നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണല്ലോ. പുതുവർഷത്തെ ബിസ്മി ചൊല്ലിക്കൊണ്ടും എഴുതിക്കൊണ്ടും നമുക്ക് വരവേൽക്കാം. മുഹറം 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 തവണ എഴുതുകയും അത് കൂടെ കരുതുകയും ചെയ്താൽ മരണം വരെ അവനും കുടുംബത്തിനും വെറുക്കപ്പെടുന്ന ഒന്നും വന്നു ചേരുകയില്ല. കൻസുൻ നജാഹ് വ സുറൂർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. എന്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി കൊണ്ടാകൽ അത് ബറക്കത്തുണ്ടാവാൻ കാരണമാകുമല്ലോ. ഏതൊരു നന്മ ചെയ്യാൻ ആരംഭിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങാനാണല്ലോ നമ്മോടുള്ള നിർദ്ദേശവും. അതിനാൽ പുതിയ വർഷത്തെ ബിസ്മി ചൊല്ലിയും എഴുതിയും നമുക്ക് സ്വാഗതം ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം 1 പകലിൽ ഏതെങ്കിലും സൗകര്യപ്രദമായ സമയത്ത് ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൽ അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുക. അക്ഷരങ്ങൾ ചേർത്തെഴുതരുത്, അഥവാ ഒറ്റയൊറ്റ ഹർഫുകളായി എഴുതണം. ഒരു ഹർഫിനും തൊട്ടടുത്ത ഹർഫുമായി ടച്ചുണ്ടാകരുത്. ഒരു ഹർഫും വിട്ടുപോകരുത്. മൊത്തം 19 ഹർഫുകളാണ് ബിസ്മിയിലുള്ളത്. ഇതുപോലെ വേണം എഴുതാൻ. ഫത്ഹും കസറും ഷദ്ദും മദ്ദുമൊന്നും ഇടണ്ട. അല്ലാഹുവിലെ 2 ലാമിന് ശേഷവും റഹ്മാനിലെ മീമിന് ശേഷവും അലിഫ് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് സ്ക്രീനിൽ കാണിച്ച രൂപത്തിൽ എഴുതിയാൽ മതി. മൊത്തം 113 വട്ടം എഴുതണം. അതിനർത്ഥം എഴുതി കഴിയുമ്പോഴേക്കും 113 വട്ടം ബിസ്മി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിരിക്കും എന്നാണ്. ഒരു വരിയിൽ ഒരെണ്ണം എന്ന കണക്കിന് താഴോട്ട് എഴുതി പോകലാണ് നല്ലത്. ഇനി നേരെ എഴുതിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഒരു കടലാസിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഒരു പുറം തികഞ്ഞില്ലെങ്കിൽ മറുപുറത്ത് എഴുതാം. ഇനി അതും പറ്റില്ലെങ്കിൽ 2 കടലാസുകളിലായാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി ചെറിയ അക്ഷരത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം എഴുതിയതിന് ശേഷം മടക്കി പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കാനുള്ളതാണ്. കടലാസിൻ്റെ വലുപ്പവും അതിലെ എഴുത്തിൻ്റെ വലുപ്പവും എത്ര ചെറുതാക്കുന്നുവോ അത്രയും നല്ലതാണത്. ഒരു കൊല്ലം മൊത്തം കയ്യിൽ കരുതേണ്ടതാണിത്. അതിനാൽ ഗുണമുള്ള കടലാസിൽ എഴുതുക. വളരെ വേഗം കീറിപ്പറിഞ്ഞു പോകുന്ന പേപ്പറിൽ എഴുതാതിരിക്കുക. കഴിഞ്ഞ കൊല്ലം എഴുതിയവർ അതെടുത്ത് വീട്ടിൽ ഭദ്രമാക്കി വെച്ച് പുതിയതൊന്ന് എഴുതുക. കൊല്ലാരംഭത്തിൽ ഇങ്ങനെ എഴുതുകയും പിന്നീട് എപ്പോഴും ഇത് കയ്യിൽ കരുതുകയും ചെയ്താൽ നല്ലൊരു കാവലായിരിക്കും അത്. ധാരാളം ആരിഫീങ്ങളും ഔലിയാക്കളും പറഞ്ഞിട്ടുള്ള സംഗതി കൂടിയാണിത്. ഇത് ബിസ്മിയുടെ മഹത്വങ്ങളിൽ ഒന്ന് മാത്രം. വുളൂഓടുകൂടി ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് എഴുതാൻ ശ്രമിക്കുക. 2 റക്അത്ത് നിസ്കാരത്തിന് പുറകെയാണെങ്കിൽ ബഹുവിശേഷം. എഴുതി തീരുവോളം ആരോടും സംസാരിക്കാൻ നിൽക്കരുത്. എഴുതാൻ തുടങ്ങുമ്പോൾ നിയത്തും വേണം. കാവലും സംരക്ഷണവും ബറക്കത്തും ഖൈറാത്തുമെല്ലാം ഉദ്ദേശിച്ചു വേണം ഇതെഴുതാൻ. മുഹറം 1 പകലിലാണ് ഇതെഴുതേണ്ടതെന്ന് പറഞ്ഞുവല്ലോ. സുബ്ഹിയുടെ ശേഷം ളുഹറിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയമാണ് ഇതെഴുതാൻ അത്യുത്തമം. മറ്റു സമയത്തും എഴുതാം, കുഴപ്പമൊന്നുമില്ല. ബിസ്മി ഒറ്റ ഹർഫുകളായി എഴുതുന്നതിനാൽ അതുമായി ശൗചാലയത്തിൽ പോകുന്നതിനെക്കുറിച്ചോർത്ത് പേടി വേണ്ട. ബിസ്മി മാത്രം എഴുതുന്ന രൂപം ഹൈലുകാരിക്കും പ്രസവിച്ച് കിടക്കുന്നവൾക്കുമെല്ലാം പറ്റും. വലിയ അശുദ്ധി ഒരു പ്രശ്നമല്ലെന്നർത്ഥം. ഇനി ഈ പറഞ്ഞതുപോലെ ബിസ്മി എഴുതാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇത് ദീനിൽ നിർബന്ധമുള്ള സംഗതിയോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തു കാര്യങ്ങളിൽ പെട്ടതോ അല്ല. സ്വാലിഹീങ്ങൾ ചെയ്തതും ചെയ്യാൻ ഉപദേശിച്ചതുമാണ്. സൗകര്യങ്ങൾ ഒത്തുവന്നാൽ നല്ല മനസ്സോടെ ചെയ്യാമെന്നു മാത്രം. എഴുതുക എന്നത് എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എഴുതാൻ അറിയാതിരിക്കുക, വാർദ്ധക്യം, അസുഖം പോലുള്ള കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവർ സങ്കടപ്പെട്ടിരിക്കാതെ 113 തവണ ബിസ്മി ചൊല്ലുക. അതിന് പ്രയാസമില്ലല്ലോ. എഴുതിയവർക്ക് നൽകുന്ന ഗുണങ്ങളൊക്കെ ചൊല്ലിയവർക്കും നൽകാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എണ്ണം പൂർത്തിയാക്കിയതിന് ശേഷം കഴിയുമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ദുആ കൂടി നടത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ നല്ലതാണ്. ഈ ദുആ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وسلم. اللهم إني أسألك بحق بسم الله الرحمن الرحيم
وبحرمة بسم الله الرحمن الرحيم وبفضل بسم الله الرحمن الرحيم وبعظمة بسم الله الرحمن الرحيم وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامة بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركة بسم الله الرحمن الرحيم وبعزة بسم الله الرحمن الرحيم وبقوة بسم الله الرحمن الرحيم وبقدرة بسم الله الرحمن الرحيم. ഈ ദുആഉം ചൊല്ലിയതിന് ശേഷം എന്തു വേണമെങ്കിലും പടച്ച റബ്ബിനോട് ചോദിച്ചുകൊള്ളുക. എത്ര നേരം വേണേലും ചോദിച്ചുകൊള്ളുക. ആർക്കു വേണ്ടിയാണേലും ചോദിച്ചുകൊള്ളുക. ഏത് ഭാഷയിലുമാകാം. അവസാനം ദുആ അവസാനിക്കുമ്പോൾ ഇത് മൊഴിഞ്ഞ് നിർത്തുക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.